ഹായ് മച്ചന്മാരെ, ഇന്ന് ഞങ്ങൾ ഫിഷിങ്ങിന് വന്നിട്ടുള്ളത് നീണ്ടകര ഫിഷിംഗ് ഹാർബറിലാണ്. കൂടെ ഫിഷിങ്ങിന് വന്ന ആൾക്ക് മീമണം പറ്റാത്തതുകൊണ്ട് ഒരു വൊമിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നീണ്ടകര പുലിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്തോട്ടാണ്. ഇതിനു മുമ്പ് ഈ സ്പോട്ടിൽ ചൂണ്ടയിട്ടപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുറച്ച് വറ്റനെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗമാണ് ഹാർബറിനോട് ജോയിൻ്റ് ആയിട്ടുള്ളത്. അവിടെ എപ്പോഴും തിര അല്പം കുറവായിരിക്കും. ഞാൻ ചൂണ്ടിടാൻ പോകുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ സൈഡിൽ എപ്പോഴും തിര കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇത്തവണ ഞങ്ങൾ വന്ന ടൈമിൽ കാര്യമായിട്ട് തിരയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വന്ന് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് അവിടെ 2-3 ഡോൾഫിനെല്ലാം കിടന്ന് മറിയുന്നത് കണ്ടത്. സാധാരണ ഡോൾഫിനുകൾ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് ചൂണ്ടയിൽ അധികം മീനുകളെ കിട്ടാറില്ല. ഇതിനു മുമ്പ് സബിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് വറ്റയെല്ലാം പിടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ബൈറ്റ് ഫിഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ നാരഞ്ച മീനാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ കാസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. മുമ്പെല്ലാം ഇവിടെ ചൂണ്ടിടാൻ വരുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഡോൾഫിനുകളെല്ലാം ഉള്ളത് കാരണം മീൻ കിട്ടുന്ന കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടിയത്. സ്ട്രൈക്ക് ചെയ്തപ്പോൾ തന്നെ വലിയ മീനൊന്നും അല്ലാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കല്ല് കുറച്ച് കൂടുതലുള്ളൊരു സ്ഥലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ മീനെ റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ മിസ്സാവാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ ആദ്യത്തെ സ്ട്രൈക്കിൽ ചെറിയൊരു കോരയാണ് നമുക്ക് കിട്ടിയത്. ചെറിയ കോര. ആദ്യത്തെ സ്ട്രൈക്ക് കഴിഞ്ഞ് പിന്നെ 1-2 ചെറിയ സ്ട്രൈക്ക് കിട്ടിയെങ്കിലും ഒന്നും ഹുക്കപ്പ് ആയില്ല. സാധാരണ നല്ല രീതിക്ക് മീൻ കിട്ടിക്കൊണ്ടിരുന്നൊരു സ്പോട്ടായിരുന്നു ഇത്. പിന്നെ ഒരു 10 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു മീനെ കിട്ടുന്നത്. ആദ്യമായിട്ടാണ് ഈ മീനെ ചൂണ്ടയിൽ കിട്ടുന്നത്. കണ്ടിട്ട് ഏരിയുമായിട്ടൊക്കെ നല്ല സാമ്യമുള്ള ഒരു മീനായിട്ടാണ് തോന്നുന്നത്. അതിനുശേഷം കുറച്ച് നേരം ഹാർബറിൻ്റെ സൈഡിൽ കഴിച്ചുകൊണ്ടിട്ട് നോക്കിയായിരുന്നു. റിസൾട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത ദിവസം സബിക്കുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ആകെ 2 ചെറിയ മീനെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കിട്ടിയ മീൻ അവിടെ ചൂണ്ടിയിട്ടിരുന്നൊരു പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. പിന്നെ ഹാർബറിൽ കുറച്ച് നേരം തേരാപ്പാര നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.